ഇലക്ഷൻ, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ ഒരു വാറ്, അതുപോലെയുള്ള സമയങ്ങളിലെല്ലാം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ സാധാരണ കേൾക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പെർട്ടിക്കുലർ സീസൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂൺ ജൂലൈ ആകുമ്പോൾ വേറോരോ കമ്പനികളുടെ. പക്ഷേ എന്താണ് ആക്ച്വലി ഇതിൻ്റെ ഒരു സിനാരിയോ? അതിന്മേൽ എന്തെങ്കിലും ഒരു ഡിസൈൻ സ്ട്രാറ്റജി ഉണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഫോർ എക്സാമ്പിൾ പറയാൻ ഇപ്പോൾ അതൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഓരോ ഇഷ്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇവൻറ്റ്സ് ഓഫ് കോഴ്സ് മാർക്കറ്റിന് എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് സംഭവിക്കും, മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർ സിനാരിയോസിലൊക്കെ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. ഇത്തരം ന്യൂസുകളും ഇവൻറ്റ്സുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഷിബിലിയുമായി നമ്മളൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇനിയിപ്പോൾ ഇതൊരു ഐ തിങ്ക് ഒരു മാർച്ചാണല്ലോ ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് മാസത്തിലേക്ക്. അടുത്ത മാസം നമ്മുടെ രാജ്യത്തെ ഇലക്ഷനാണ്. നിങ്ങളേത് പാർട്ടി ഒന്നും പറയാൻ പാടില്ല. പറ. ബിസിനസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം കളിക്കാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത പാർട്ടി ഞാൻ LDF കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആർക്കാണ് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ആളെ തോന്നണം. പിന്നെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന തലേ ദിവസം ഒരു വൈബുണ്ടല്ലോ, ഇതിൻ്റെ ഇൻഫ്ലുവൻസ്, ഇതിൻ്റെ ക്യാമ്പയിനൊക്കെ നമ്മളെ ചില സമയത്തൊക്കെ സ്വാധീനിക്കും, വിഷലുകൾ. അത് വെച്ചിട്ട് ഞാനൊരു കുത്ത് ജയിച്ചാൽ എന്ത് തോരാ. ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞാലോ ആൾക്കാർ കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം മാർക്കാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അതാ ഈ ക്യാമ്പയിൻ്റെ ആ ഒരു ആംബിയൻസ് തന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുവോ അതാണ്. അല്ല നമുക്ക് നാട് തന്നാണ്, അല്ലാണ്ട് നാട് തന്നാണ് ഇൻ്റർനെറ്റിൻ്റെ പൈസയും കുറക്കണം, നാട്ടുകാർക്ക് എന്തെങ്കിലും ജോലി കിട്ടണം, ബിസിനസ്സുകാർ. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്തെ സിംപ്ലി ഈ ഇലക്ഷൻ, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ ഒരു വാറ്, അതുപോലെയുള്ള സമയങ്ങളിലെല്ലാം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ സാധാരണ കേൾക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പെർട്ടിക്കുലർ സീസൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂൺ ജൂലൈ ആകുമ്പോൾ വേറോരോ കമ്പനികളുടെ. പക്ഷേ എന്താണ് ആക്ച്വലി ഇതിൻ്റെ ഒരു സിനാരിയോ? അതിന്മേൽ എന്തെങ്കിലും ഒരു ഡിസൈൻ സ്ട്രാറ്റജി ഉണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഒരു സ്ട്രാറ്റജി എന്നുള്ള കൺസെപ്റ്റ് അല്ല ആക്ച്വലി. അതായത് ഫോർ എക്സാമ്പിൾ പറയാൻ ഇപ്പോൾ അതൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഓരോ ഇഷ്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇവൻറ്റ്സ് ഓഫ് കോഴ്സ് മാർക്കറ്റിന് എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് സംഭവിക്കും, മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അവർ ബിസിനസ് ചെയ്യുന്ന എവിടെയാണ്, ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അവർ കൂടുതലും ഒരു പോർഷൻ എവിടെയാണുള്ളത്, ഇന്ത്യയിലാണുള്ളത്. കാരണം ഇന്ത്യയിലെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസാണ്. അപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇവൻറ്റ്സ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഷെയർസിൽ എന്ത് ചെയ്യും, അതിൻ്റെതായ ഇമ്പാക്റ്റുകൾ സംഭവിക്കും. ഉദാഹരണത്തിന് ഇപ്പം പിന്നെ അടുത്തത് NDA ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ NDA ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ ചിലപ്പോൾ മേ ബി ഷെയർ കൂടാ. അതെ അല്ലേ? അതിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അദാനിൻ്റെ ഇഷ്യൂസ്, ജിയോ എടുക്കാം, അദാനി എടുക്കാം. അതെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അദാനിയുടെ ഇഷ്യൂസ് തന്നെ എടുക്കാം. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ കാരണം അദാനി ഫോളായി, കമ്പനി ഈ മാർക്കറ്റ് ഇടിഞ്ഞു, അത് നിഫ്റ്റിയെ ബാധിച്ചു, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ കാര്യങ്ങളോട്ട് നമുക്ക് പോകണ്ട. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ ആസ് എ പേഴ്സൺ, ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നൊരു വ്യൂ ഉണ്ടാവും. ഇപ്പോൾ പൊതുവെ നമുക്ക് പുറത്ത് പറഞ്ഞ് നിൽക്കുന്നതും ഈ ഒരു എക്സ്പോഷറിൽ കാണുന്നതും ഈ പറഞ്ഞ പോലെ അദാനിക്ക് ഇപ്പം നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും, ആ ഒരു അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും, അതുകൊണ്ട് അവർ എത്രത്തോളം അവരുടെ ബിസിനസ് സ്കെയിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നോർമലി നമ്മളൊക്കെ കാഷ്വലി സംസാരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എമോഷൻസിൽ ഇതുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു ഷെയറിൽ പർച്ചേസ് ചെയ്യുമ്പോൾ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു പാർട്ടി നല്ല രീതിയിൽ, അപ്പോൾ നിലവിൽ ബേസിക്കായിട്ട് സംഭവം പറയുകയാണെങ്കിൽ നിലവിൽ ഭരിക്കുന്നൊരു പാർട്ടി വീണ്ടും തുടരാന്ന് പറയുമ്പോൾ അത് എക്കണോമിക്കലി എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് മാർക്കറ്റിന് പോസിറ്റീവ് തന്നെയാണ്. അതിന് പുറമെ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ചില കമ്പനികൾ അത് പ്രത്യേകം ബാധിക്കും. ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതേ പാർട്ടി തന്നെ ചിലപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടി ജയിക്കുന്നത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ആ പാർട്ടി ജയിച്ചു എന്ന് വരുമ്പോൾ അവർ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ, അവർ കൊണ്ടുവരാൻ പോകുന്ന പല ഡെവലപ്മെൻ്റ് ആയിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം, അത് ഈ കമ്പനികൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കമ്പനികൾ നല്ല രീതിയിൽ അത് സ്വാധീനിക്കും. അപ്പോൾ നമ്മളെപ്പോലെയുടെ ഇൻവെസ്റ്റർ എന്താ നോക്കുക,
ഇപ്പോൾ ഇവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സെക്ടറുകളിലൊക്കെ നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ ഉള്ള കമ്പനികൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല ബിസിനസ് നടക്കാൻ സാധ്യതയുള്ള കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഇമ്പാക്റ്റുകൾ ഇപ്പോൾ ഇലക്ഷൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ നമ്മളങ്ങനെ പറഞ്ഞു, അത്തരം ഇമ്പാക്റ്റുകൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ പേഴ്സണലി ബാധിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ആ കമ്പനിയുടെ ഷെയറിനെ ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ ബാധിക്കുന്നതാണ്. അപ്പം നേരത്തെ ഇപ്പോൾ ഒരു കാര്യം ബാക്കി പറഞ്ഞ പോലെ തന്നെ വാറിൻ്റെ ഇഷ്യൂസ്. അപ്പം ഞാൻ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഈ വാർ സിനാരിയോസിലൊക്കെ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. ഇത്തരം ന്യൂസുകളും ഇവൻറ്റ്സുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് മാർക്കറ്റ് ഭയങ്കര ഹ്യൂജ് വോളറ്റൈലിറ്റി ആയിരിക്കും. വിച്ച് മീൻസ് ഭയങ്കര സ്പൈക്കി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും, ഷെയറുകളുടെ വില കൂടുന്നതാണെങ്കിലും ഇടിയുന്നതാണെങ്കിലൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. ഇടിയുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം നമ്മൾ പാനിക് സെൽ ഓഫ് എന്നൊക്കെയാണ് അതിനെ പറയാം. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അവർ പാനിക്കായിട്ട് അത് സെൽ ഓഫ് ചെയ്യാൻ തുടങ്ങും. ഷെയർസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെൽ ഓഫ് ചെയ്യുന്ന ഒരു സിനാരി വരും. അപ്പോൾ അതൊക്കെ ഇത്തരം ടെൻഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ യുദ്ധം വരുന്ന സിറ്റുവേഷനിൽ, അതുപോലെ ഇപ്പോൾ കോവിഡ് വന്ന സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഇതെന്താണ് നെക്സ്റ്റ് എന്ന് അറിയില്ല. അപ്പോൾ പാനിക്കാവും. ഇനി അതേസമയം നമുക്ക് മറ്റൊരു അസറ്റ് ക്ലാസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ക്രാഷ് ആവുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡിഫൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ കീപ്പ് ചെയ്യാറുള്ളതാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പൊതുവേ ഈ പാനിക് സിനാരിയോസ് ഒക്കെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള അസറ്റ് ക്ലാസുകളിൽ നിന്നൊക്കെ ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് നേരെ ഇൻവെസ്റ്റ് ചെയ്യൽ എങ്ങോട്ടാ, ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് അല്ലേ. കോവിഡിൻ്റെ സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് വാറിൻ്റെ ഇഷ്യൂസ് വന്ന സമയത്താണെങ്കിലൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ഷൂട്ടപ്പ് ചെയ്യാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യാണ്. അതേസമയം മാർക്കറ്റ് ക്രാഷ് ആവുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് പിന്നീട് തിരിച്ച് റിക്കവർ ആയി വരുന്നുണ്ട്. എന്ന് വിചാരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. അതൊരു സസ്റ്റൈനബിൾ ലെവലിൽ തന്നെ അത് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർ ടെൻഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് അവിടെ ഒരു ഫിയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിലോട്ട് പോകുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആൾ എന്ത് ചെയ്യും, അയാളുടെ പോർഷൻ എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. എന്നിട്ട് തിരിച്ച് വീണ്ടും മേടിക്കാമല്ലോ എന്ന രീതിയിൽ എന്തെങ്കിലും ചിലപ്പോൾ സെല്ല് ചെയ്യും. പക്ഷേ ഇത് സിനാരിയോ എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാനിക് സെൽ ഓഫ് അവിടെ സംഭവിക്കും. അപ്പോൾ ഈ പാനിക് സെൽ ഓഫ് സംഭവിച്ചു, ഒരു 5% ഡൗൺ ആയെന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്ത ഒരാൾ പോലും 5% ഡൗൺ ആയിട്ടുണ്ട്, വീണ്ടും ഡൗൺ ആവാൻ തുടങ്ങാൻ, അപ്പോൾ അയാളും പോയിട്ട് സെല്ല് ചെയ്യാൻ പോകാൻ. അങ്ങനെ സംഭവം സംഭവിക്കുകയാണ്. ആൻഡ് എവറി ഡിപ്പ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഇങ്ങനെ ഒരു ഡിപ്പ് വന്നാൽ, ഇങ്ങനെ ഒരു ക്രാഷ് വന്നാൽ അത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ്ഫുൾ ആണ്. ശിവലി പറയുന്നത് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഫ്ലക്ച്വേഷൻസ് വരുന്നത് ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം ആണ്. ഇപ്പോൾ ഇപ്പോൾ കോവിഡിന്റെ സമയത്താണെങ്കിൽ നിഫ്റ്റി 14,000 വരെ ഉണ്ടായിരുന്നത് 6,000-7,000 വരെ പോയി. അവിടുന്ന് തിരിച്ചിപ്പോൾ 22,000 കടന്നു. 22,000 കടന്നു, പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാക്കി. അതായത് നേരത്തെ 14,000 ഉണ്ടായിരുന്നതിനെക്കാട്ടിലും എത്രയോ മടങ്ങ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ കോവിഡിന്റെ തൊട്ട് ഒരു വർഷം മുന്നെയാണ് നമ്മൾ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അവസരമായിരുന്നു. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം എനിക്ക് ഒരു 10 വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റാണ് ഒരൊറ്റയടിക്ക് ഒരു വർഷം കൊണ്ട് കിട്ടിയത്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇത് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഇത്തരം സിനാരിയോസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആളുകൾക്ക് ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട താങ്കളുടെ എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ താങ്കളുടെ ഡീൽ ചെയ്ത ക്ലയൻസ് ഉണ്ടായ എക്സ്പീരിയൻസൊക്കെ ഒരു റെഫറൻസ് എന്ന രൂപത്തിൽ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.